ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് കാരമൽ ബ്രെഡ് പുഡിംഗ് ആണ്. ഇതിനായിട്ട് ഞാനൊരു സ്റ്റവിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അരക്കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 6 ടേബിൾ സ്പൂണ്. ഇതിലേക്ക് 2 സ്പൂണ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നാക്കി കാരമൽ എടുക്കുന്നുണ്ട്. ഇത് കാരമൽ നമ്മൾ മാറ്റുന്ന പാത്രം സ്റ്റീം ചെയ്യാൻ പറ്റിയൊരു പാത്രത്തിലേക്ക് ആക്കണേ. ഇതൊരു കേക്ക് രൂപത്തിലല്ലേ, അപ്പോൾ അതിലേക്ക് ഒഴിക്കാൻ പറ്റിയൊരു പാത്രം തന്നെ ആദ്യം തന്നെ എടുക്കണേ. ഇതിലേക്ക് ഞാനിതൊന്ന് ബ്രൗൺ കളറാവുമ്പം ഞാനിതൊന്ന് മാറ്റുന്നുണ്ട്. ഇത് മാറ്റി അടിയൊന്ന് സെറ്റാക്കി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഞാനൊരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 8 ബ്രെഡ്, അരക്കപ്പ് പഞ്ചസാര, 2 കോഴിമുട്ടയും ഒരു കപ്പ് പാലും കൂടിയും പിന്നെ കുറച്ച് വാനില എസൻസും കൂടിയും ചേർത്തിട്ട് നന്നാക്കി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നന്നാക്കി അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ച ഈ കാരമൽ പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് ഇതൊന്ന് ഒഴിക്കുന്നുണ്ട്. ഇതൊഴിച്ചതിന് ശേഷം ഇത് സ്റ്റീം ചെയ്തിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അതിനായിട്ടൊരു ഇഡ്ഡലി ചെമ്പാണ് കേട്ടോ എടുത്തത്. ഈ ഇഡ്ഡലി ചെമ്പിലേക്ക് ഒരു അരമണിക്കൂർ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ അരമണിക്കൂർ വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് വേവിച്ചെടുത്ത് പുറത്തൊന്ന് കുറച്ച് സമയം കൂടി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക. ഇത് തണുപ്പിച്ചെടുത്തതിന് ശേഷമുള്ളതാണ്. നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുക. നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ്. താങ്ക് യു.